അബേര ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ അതിനകത്ത് കുക്കിംഗ് ഉണ്ട്, പിന്നെ എൻ്റെ അപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സന്തോഷങ്ങളാണ് കേട്ടോ. എൻ്റെ പപ്പ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നേനെ പഴംപൊരി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസം രാവിലത്തെയാണ് കേട്ടോ. പാലപ്പവും ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പ അവിടെ വാച്ച് ഊരിച്ചപ്പം എൻ്റെ അപ്പൂസ് അതൊക്കെ എടുത്തിട്ട് ഇട്ട് നോക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുമെന്ന് കേട്ടോ. ഇതുപോലത്തെ വാച്ചായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലായിരുന്നപ്പം പപ്പയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ പപ്പയുടെ ഇതുപോലത്തെ വാച്ചൊക്കെ എടുത്തിട്ട് കയ്യിലൊക്കെ എടുത്തിട്ട് ഇതുപോലൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ ശരിക്കും ഓർത്തേ ഇതുപോലൊക്കെ ഇട്ട് കളിക്കാറുള്ളതൊക്കെ. അടുത്തതേ കൊരട്ടിക്ക് പോട്ടുന്നപ്പം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന നേർച്ചപ്പഴം പഴുത്ത് വരുന്നുണ്ടേ, പൂവുമ്പോഴാണ് കേട്ടോ. പിന്നെ അരിയൊക്കെ കഴുകി ചൂടുവെള്ളം വെച്ചും കഴുകി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടത് റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തിളച്ചിട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് നമ്മൾ മോര് കാച്ചാൻ പോവുകയാണേ. മിക്കപ്പോഴും ഞാൻ മോര് കാച്ചാറുണ്ടേ. മോര് കാച്ചുമ്പോഴാണെങ്കിൽ 2 ദിവസത്തേക്ക് കറി തന്നോളുമല്ലോ. അപ്പം ഏത് കറിയുടെ കൂടെ ആണെങ്കിലും നമുക്കൊരു ഒഴിച്ച് കറിയും കൂടെ ആവും. അപ്പോൾ മോര് കറി ഇത്തവണ ഞാൻ പച്ചമുളകൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മുടെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടൊന്ന് ഇളക്കി കേട്ടോ. എന്നിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചായിരുന്നേ തൈര്. ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തേ. അതിനുശേഷം നമുക്ക് ഒരു ശകലം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഞാനൊരു ഇത്തിരി ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണേ. അങ്ങനെയാണെങ്കിൽ അത് പിരിഞ്ഞു പോയില്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഉപ്പിട്ട് ഇളക്കാറ്. എന്നിട്ട് മൂടി വെക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചെറിയൊരു ആയ പോലെ വരുമല്ലോ, അപ്പം ഓഫാക്കണം. അങ്ങനെ ഓഫാക്കിയതിന് ശേഷം നമ്മളത് തീയിൽ നിന്ന് മാറ്റി വയ്ക്കണം. നമ്മൾ ഉണ്ടാക്കിയ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ആ തീയിലിരുന്നുകൊണ്ട്, അതായത് തീയുടെയല്ല ആ ചൂടിലിരുന്നുകൊണ്ട് ചിലപ്പം ആ മോര് പിരിഞ്ഞു സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഒരു ആവിയൊക്കെ വരുമ്പോഴേക്കും നമ്മളത് ഓഫാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റാണ്, ചില സമയത്ത് ഞാൻ ലാസ്റ്റാണ് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കാറ്. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ചേർക്കും കേട്ടോ. ഇത്തവണ ഞാൻ ലാസ്റ്റാണ് ഉപ്പ് ചേർത്തത്. ഞാൻ ആദ്യമേ ഉലുവയും കായപ്പൊടിയും ചേർത്ത് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ അപ്പൂസ് കുളിച്ചിട്ടൊക്കെ വന്ന് തലമുടിയൊക്കെ ചെയ്ത് കൊടുത്തിയാണ്. അപ്പോൾ അവൻ സ്വന്തമായിട്ട് ചെയ്യണം പറഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് തലമുടിയൊക്കെ ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് അവൻ താഴെ ഇട്ടിട്ട് പോയേട്ടോ. പിന്നെ ഇത് നമുക്ക് ഉച്ചക്കത്തേക്ക് കറി എന്ന് പറയുന്നത് ചമ്മന്തി, മോരും പയർ തോരനുമായിരുന്നേ. പിന്നെ ഞാൻ പച്ചരി വെള്ളത്തിലിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ ചോറുണ്ടതിന് ശേഷമാണ് ഞാൻ അരി വെള്ളത്തിലിട്ടത്. അത് കഴിഞ്ഞിട്ട് കവല വരെ പോകണമായിരുന്നു. ആ കവലയ്ക്ക് പോയി. നമുക്കിവിടെ എയർപോർട്ട് റോഡായതുകൊണ്ട് നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ പോലും വലിയ പാടാണ് കേട്ടോ. അതുമാതിരി ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടികളായിരിക്കുമേ. അങ്ങനത്തെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കവലയ്ക്ക് വന്നതാണേ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചു. പിന്നെ രാത്രിയിലത്തേക്ക് മീൻ കറിയും പിന്നെ മീൻ പീരയും മോര് കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മീൻ കറിയും മോര് കറികളും ഒന്നിച്ച് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറയണം കേട്ടോ. മീൻ കറിയും കുഞ്ഞിച്ചാള ഇട്ടത് മീൻ പീരയും വെച്ചു. പിന്നെ മോരും ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരച്ച കേട്ടോ. ഈ ചമ്മന്തി മീൻ കറിയോട് കഴിക്കാൻ ഇഷ്ടമാണേ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അരിയൊക്കെ അടപ്പത്തിട്ടു. പിന്നെ നമ്മൾ പാലൊക്കെ വാങ്ങിച്ചത് അരിച്ചൊക്കെ എടുത്തിട്ടോ. പിന്നെ അപ്പം ചുട്ടു. അപ്പത്തിന് കറിയായിട്ട് സ്റ്റൂ ഉണ്ട്, പിന്നെ മുട്ടക്കറി ഉണ്ട് കേട്ടോ. തലേന്ന് അരി വെള്ളത്തിലിപ്പം ലേറ്റായെങ്കിലും അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയായിരുന്നു അരി വെള്ളത്തിലിട്ട സമയത്ത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ അരച്ചിട്ടാണെങ്കിൽ നമുക്ക് അരഞ്ഞും കിട്ടി, നമുക്ക് നന്നായിട്ട് പൊങ്ങിയും കിട്ടി കേട്ടോ. ഈസ്റ്റോ സോഡാപ്പൊടി അങ്ങനെ ഒന്നും ഇടാത്ത മാവായിരുന്നു കേട്ടോ. ഞാൻ തലേ ദിവസത്തെ മാവിൻ്റെ ബാക്കി ഇരുന്നത് ഇത്തിരി ഒഴിച്ചിട്ട് അങ്ങനെ കലക്കി വെച്ചിരുന്നു ഞാൻ. തൂവെള്ള കളറിൽ നമുക്ക് സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൺഡേ രാവിലത്തെയാണ് കേട്ടോ. അപ്പോൾ സൺഡേയിൽ വൈകിട്ടാണ് കുർബാനയ്ക്ക് പോകാൻ തീരുമാനിച്ചേക്കണത്. 2 കുർബാനയേ ഉള്ളൂ. സാധാരണ രാവിലെ 2 കുർബാനയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഒരു കുർബാന, ബാക്കി രണ്ടാമത്തത് വൈകിട്ടാണ്. കൊന്തയും കുർബാനയും കൂടെ കേട്ടോ. അപ്പോൾ രാവിലത്തെ നമ്മൾ ചോറ് കടപ്പത്തിട്ടു. പിന്നെ മോര് കറി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് വാങ്ങിയായിരുന്നു, ബീഫ് കറി വെച്ചിട്ടുണ്ട്. കപ്പ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികളെ. എൻ്റെ ചെറുപ്പത്തിലേക്കാണെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം സ്ഥിരം ഉണ്ടാകുന്നൊരു കോമ്പിനേഷൻ ആയത് കപ്പ വെച്ചതുണ്ടാവും, ബീഫ് കറി ഉണ്ടാവും, മോര് കറി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഈ ബീഫ് കറിയും മോര് കറിയും കപ്പയും കേട്ടോ ഒന്ന് ഇച്ചിരി ഇളക്കി തരുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഇതിനകത്ത് ഞാൻ ഇവിടെയും ഉണ്ടാക്കുമ്പോൾ ഞാൻ അതുപോലെ മോരും കപ്പ വെച്ചതും ഇറച്ചിക്കറിയും ഒന്ന് ഇട്ട് കഴിക്കാറേ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 6 മണിക്കായിരുന്നു പള്ളി കുർബാന. അപ്പോൾ പള്ളിയിൽ പോയി കേട്ടോ. അപ്പോൾ കൊന്തമാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊന്തയും കുർബാനയും കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നേർച്ചയുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യം നമുക്കിപ്പോഴും ഉണ്ണിയപ്പം കിട്ടാറ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ദിവസം ഇവിടെ നമുക്ക് വട്ടയപ്പം കിട്ടിയത് കേട്ടോ.
പിന്നെ അതേ പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് രാവിലെയാണ് കേട്ടോ, നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഇന്ന് മൊത്തവും മഴയായിരുന്നേ, രാവിലെ മുതൽ മഴയാണ്, രാവിലെ അല്ല ഇന്ന് രാത്രി മുതൽ മഴയാണ് കേട്ടോ, വൈകിട്ട് വരെ മഴ തന്നെയായിരുന്നേ. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ചോറെല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ വൈകിട്ടത്തേക്ക് ഞാൻ പഴം ഇത്തിരി പഴുക്കാൻ തുടങ്ങി, അപ്പോൾ അതെടുത്തങ്ങ് പുഴുങ്ങാൻ വെച്ചു കേട്ടോ. പിന്നെ നാളത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴത്തിനകത്ത് ആവിയെ കയറി പോകാൻ പുഴുങ്ങിയെടുത്ത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചായയുടെ കൂടെ ഏത്തപ്പഴവും പിന്നെ ഉള്ളിവടെ ഉഴുന്നോടെയൊക്കെ ചേട്ടയെ വാങ്ങിക്കുവാനും വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.